ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെയിൽ നടക്കുകയാണ്. ആമസോണിലാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ കമ്പയർ ചെയ്തിട്ട് ഒരുപാട് റിവ്യൂസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ആരെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു റിവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് പോലെ ആവുമല്ലോ, ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ ഞാൻ വാങ്ങിയതിൻ്റെ. അപ്പോൾ നമുക്ക് ഏതാ ഫോണെന്നൊക്കെ നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് നമുക്കത് കിട്ടിയിട്ടുണ്ട്. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോണ് നമുക്ക് കാണാം. ഇതാണ് അവരുടെ പാക്കിങ്ങോട് കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം സേഫ് ആയിരുന്നു കേട്ടോ. ഒരു ഡാമേജ് ഒന്നും ഇല്ലാണ്ടാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. ജസ്റ്റ് ഞങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാ ഫോണെന്നൊക്കെ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐഫോൺ ആണോ എന്ന്. കാരണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐഫോണും ഫ്ലിപ്കാർട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോൺ 15 അതേപോലെ സാംസങ് S23 ഓഫർ ഉള്ളത്. അപ്പോൾ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി നമ്മളിത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല റിവ്യൂ ആയിട്ട് തോന്നിയതും അത്യാവശ്യം നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണം, നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ S23 ഈസ് ഇനഫ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് S23 എടുത്ത്. എല്ലാം നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് മുടക്കാനുണ്ട്, കുഴപ്പമില്ല. ഐഫോൺ തന്നെ വേണം, ആ ഒരു ബ്രാൻഡ് വാല്യൂ വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഐഫോൺ സെലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ആ ഒരു അത്യാവശ്യം 10,000 ആ ഒരു റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട് രണ്ട് ഫോണും തമ്മിൽ. അപ്പോൾ ഇത് ക്യാമറ കൊണ്ടും പിന്നെ ഇതിൽ സാംസങ് S23 പറയുന്നത് സ്നാപ്ഡ്രാഗൺ ആണ് പ്രോസസ്സർ വരുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. S24 S23 സ്നാപ്ഡ്രാഗൺ, S24 സ്നാപ്ഡ്രാഗൺ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ബോക്സിൽ നമ്മുടെ കേബിൾ അല്ലേ, കേബിളാണ് ഇതിൽ വന്നേക്കുന്നത്. ഈ ഫോണിൻ്റെ ചാർജിങ് കേബിൾ. അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ അഡാപ്റ്റർ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ അതൊരു 899 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ല ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത് നാളെ കിട്ടുമെങ്കിൽ അഡാപ്റ്റർ അങ്ങനെ കിട്ടത്തില്ല. അഡാപ്റ്റർ ഏകദേശം 1 വീക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ പുറത്തെ ഷോപ്പിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇങ്ങനൊരു ബോക്സാണ് വരുന്നത്. അതിൽ നല്ല സേഫായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്മളത് സ്റ്റിക്കർ കളഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് അതെ അൾട്ര എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അൾട്ര അല്ല, നമ്മൾ S23 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഈ കളർ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു കളറാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ലൊരു കളറാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഇതങ്ങോട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫോണായിട്ട് തന്നെ സൂപ്പർ ഫോണാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ എല്ലാവരും എന്താണ് ഫോൺ ഏതാ കളർ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ എന്നൊക്കെ. പക്ഷേ നമ്മൾ അതും നല്ല സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കളറാണ്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഡാർക്ക് കളറാണ് അല്ലേ, ഡാർക്ക് കളറാണ്. അപ്പോൾ നമുക്ക് കയ്യിലിരിക്കുമ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആവുന്നതും അതേപോലെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് നമുക്ക് ഈ ഒരു കളറിൽ ഉണ്ട്. ക്രീം അല്ലേ, ക്രീം കളറ്. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമുക്കിനി ഇത് അല്ലേ ഫ്രണ്ട് കവറും കൂടെ ഇതാക്കാം. ചെയ്തോ. യെസ്, അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ അങ്ങോട്ട് എന്താ പറയുക കവറിങ് കളഞ്ഞേക്കുവാണ്. സൂപ്പർ കളർ. ആക്ച്വലി എനിക്ക് എന്താ പറയുക ഈ ഒരു കളർ സജസ്റ്റ് ചെയ്തത് രാഹുലേട്ടനാണ് കേട്ടോ. രാഹുലേട്ടൻ പറഞ്ഞു ഇത് അത്യാവശ്യം കയ്യിലിരിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തത്. പക്ഷെ കയ്യിലിട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. വാങ്ങി നമുക്കിത് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. പിടിച്ചു.
അപ്പോൾ ഇതിൽ റിംഗ് ലൈറ്റിൻ്റെതാണ് കാണുന്നത്, നമ്മൾ തന്നെ കാണുന്നത്. സാംസങ് ഗാലക്സി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണെന്ന് പറയുന്നത്, സാംസങ് S23. അപ്പോൾ ഐഫോൺ വാങ്ങേണ്ടവർക്ക് അങ്ങനെ അതും നല്ലൊരു ഓഫറാണ്. iPhone 15 പിന്നെ അതേപോലെ സാംസങ് S23ക്കാണ് ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉള്ളത് കേട്ടോ. ആമസോണിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ വലിയ ഓഫർ അങ്ങനെ കണ്ടില്ല തോന്നുന്നു. അല്ല ഇനിയിപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഫോൺ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അല്ല ഈ കളറും S23 എടുത്തത് നല്ലതായോ അല്ലെങ്കിൽ ഐഫോൺ ആയിരുന്നോ ബെറ്റർ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, അതും കൂടെ മെൻഷൻ ചെയ്യാം. എനിക്കെന്തായാലും എൻ്റെ ഒരു ബഡ്ജറ്റിനും അതേപോലെ എൻ്റെ പർപ്പസിനും ഇത് 100% ഓക്കെയാണ്. അതെ, ധാരാളമാണ്. പിന്നെ ഇത് 128 GB ആണ് കേട്ടോ. ഞാൻ 256 GB അല്ല സെലക്ട് ചെയ്ത്. 256 GBക്ക് ഏകദേശം ഒരു 5000 ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ എന്നോട് എല്ലാവരും ചോദിച്ചു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കേണ്ടതല്ലേ 256 GB ഒക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതങ്ങനെ 256 GB എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ 5000 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതും ഒരു ഓപ്ഷനാണ്. അതിനും നല്ല ഓഫറുണ്ട്. ഒരു 42,000 ആ ഒരു റേഞ്ചിലാണ്, 42,999 ആണ് S24 ഫ്ലിപ്കാർട്ടിലുണ്ടായിരുന്നത്. ഇതാണെങ്കിൽ 37,999 അങ്ങനെ ആ ഒരു റേറ്റ്, 38 ആ ഒരു റേഞ്ചാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ 128 ഇനഫാണ്. S23 ഓക്കെ, 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ഫോണ്. അങ്ങനെ നമ്മൾ പുതിയൊരു നല്ലൊരു ഫോൺ വാങ്ങി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അല്ലേ ഈ ഒരു റേഞ്ചിലുള്ള ഫോണൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാഗ്രഹം നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഈ ഒരു സെയിലിന് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ഓഫറിനൊക്കെ ഗ്രാബ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിൽ അതെ മെൻഷൻ ചെയ്യാം. അത് പലർക്കും കാണുന്ന എല്ലാവർക്കും അവരുടെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.